അവിടെ ഒരു കമ്മ്യൂണൽ റൈറ്റ് ഇല്ല, ഒരു വർഗീയ കലാപമില്ല, ഒരു ധ്രുവീകരണമില്ല, ഒരു ആതിഥേയ മര്യാദയുണ്ട്, പ്രകൃതി രമണീയമായ സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെ ഒരു പ്ലാനിങ് ആണ്. ഗോവ മനോഹരമായ ബീച്ചും ഒക്കെയുള്ള സ്ഥലമാണ്. പക്ഷേ അതേ സാധ്യത കേരളത്തിലുണ്ട്. മറ്റ് സ്റ്റേറ്റിനെടുത്ത് നോക്കിയാൽ കേരളത്തിന് റവന്യൂ ഇല്ല. ഗവൺമെന്റ് പലതിലും ഫെസിലിറ്റേറ്റർ ആകുക, സ്വകാര്യ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുക, ടൂറിസം മേഖലയിൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ. ഒരു പഞ്ചായത്തിൽ 3 5 സ്റ്റാർ ഹോട്ടൽ ഇന്ത്യ തന്നെ ഉണ്ടാവില്ല. പൊതുമരാമത്ത് വകുപ്പ് എല്ലാ കാലത്തും റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതിന് പേരിൽ പഴി കേൾക്കുന്ന ഒരു വകുപ്പാണ്. തിങ്കളാഴ്ച ഒരു റോഡ് നന്നാക്കിയാൽ ചൊവ്വാഴ്ച കുടിവെള്ളത്തിന് വേണ്ടി ആ റോഡ് കുത്തിപ്പൊളിക്കുന്നു. ഒരു 9 കിലോമീറ്റർ റോഡ് ഉണ്ടെങ്കിൽ അതിൽ 1 കിലോമീറ്റർ മാത്രമാണ് PWD. ഇപ്പൊ റോഡുകൾ മോശമാകുന്നതിന് കാലാവസ്ഥ മാത്രമാണ് കാരണം എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഒരു കാരണം അതാണ്. പക്ഷേ കോസ്റ്റൽ ഹൈവേയും ഹിൽ ഹൈവേയും വന്നു കഴിഞ്ഞാൽ കേരളത്തിന്റെ ചിത്രം തന്നെ മാറും. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ദേശീയപാത വികസനത്തിന് സ്റ്റേറ്റ് ഗവൺമെന്റ് പണം ചെലവഴിക്കാൻ തയ്യാറായി. NH66 വേണ്ടി 12,000 കോടി രൂപയാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ചെലവഴിക്കുന്നത്. പിന്നെ ഫണ്ട് ഞങ്ങൾ മുടക്കിയിട്ടില്ലായിരുന്നെങ്കിൽ, സ്റ്റേറ്റ് ഗവൺമെന്റ് മുടക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ പദ്ധതി ഉണ്ടാകില്ല.